എന്ന് പറഞ്ഞ റോഡുകളിൽ നിന്ന് ഒരുപാട് CNG വാഹനങ്ങളുണ്ട്. ഇപ്പോൾ കാറുകൾ ഒരുപാടുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും ശരി, ടാക്സി ആണെങ്കിലും ഒരുപാട് കാറുകളുണ്ട്. എങ്കിൽ ഈ കാറുകൾ, ഈ CNG വാഹനങ്ങൾ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഫ്രണ്ട് പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ ഏറ്റവും കൂടുതൽ ലൈനുകൾ വരുന്നത്, അതിൻ്റെ പൈപ്പുകൾ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ പൈപ്പുകൾ പൊട്ടാനോ അല്ലെങ്കിൽ അത് കണക്ടറിങ് വിട്ടുപോകാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അതുവഴി CNG ഗ്യാസ് ലീക്കാവും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇടിക്കുന്നതിലൂടെ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫയറിങ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ തീപിടുത്തമായി മാറാനും വണ്ടി ഫുള്ളായി കത്തിപ്പോകാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷൻ ഈ വണ്ടിക്കകത്ത് തന്നെ നമ്മുടെ ഈ CNG വാഹനങ്ങൾക്കെല്ലാം കമ്പനി തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഇടിച്ച് ലീക്കായി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളുടെയും CNG ടാങ്ക് കൊടുത്തിരിക്കുന്നത് ഡിക്കിക്കകത്താണ്. അപ്പോൾ ഈ ഡിക്കിക്കകത്ത് തന്നെ നമ്മുടെ CNG ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാൽവ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെയാണ് ഈ വാൽവ്. ഈ വാൽവ് നമ്മൾ ഫസ്റ്റ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വാൽവ് പിടിച്ച് മേളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഓഫാവും, താഴേക്ക് താത്താൽ ഓൺ ആവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓടി വന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ ഓഫ് ചെയ്യുക എന്നതാണ്. ആ വാൽവ് മുകളിലേക്ക് വെച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഫയർ എക്സ്റ്റിംഗ്വിഷനാണിത്. ഇതെല്ലാം CNG വാഹനങ്ങൾക്കും ഉള്ളതാണ്. ഇതെവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലെ സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. അത് നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട്, ഇത് പൊട്ടിക്കുന്ന അറിയത്തില്ലെങ്കിൽ ഇത് പൊട്ടിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് പിടിച്ച് നമ്മൾ വലിക്കുക. വലിച്ചിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ എവിടെയാണ് തീ പിടിക്കുന്നത് ആ തീ പിടിക്കുന്നിടത്ത് പോയിട്ട് ഇതിനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ വണ്ടിയുടെ തീ പെട്ടെന്ന് തന്നെ നമ്മൾ കെടുത്തുക ചെയ്യേണ്ടത്.